എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, എല്ലാം മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. ചേർന്ന് പാടാമോ? എല്ലാറ്റിനും മേലായി, എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, എല്ലാം മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞു ചേർന്ന് അത്ഭുതമായ നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങ് മാത്രം. ഓ അങ്ങേക്കു തുല്യനായി അങ്ങ് മാത്രം. ഓ അങ്ങേക്കു തുല്യനായി അങ്ങ് മാത്രം. ഓ എല്ലാറ്റിനും മേലായി, എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. എല്ലാറ്റിനും മേലായി, എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും, ഓ എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒക്കെ പറഞ്ഞിടാൻ ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ, ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോ, അങ്ങേക്ക് തുല്യനായി അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം. ഓ അങ്ങേക്ക് തുല്യനായി, ഒരിക്കൽ കൂടെ പാടാമോ? അങ്ങേക്ക് തുല്യനായി, അങ്ങേക്ക് തുല്യനായി, അങ്ങേക്ക് തുല്യനായി, അങ്ങേ ഓ റബ ശബ്ദന റബ, അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രമേ. അങ്ങേക്ക് തുല്യനായി ഓ അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രമേ. കരങ്ങളെ തട്ടി ശക്തിയോടെ ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഈ മകനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ഇവനെ വാതിൽക്ക് ഇരുന്ന് ഭിക്ഷ യാചിച്ച് കർത്താവിന് സൗഖ്യം കൊടുത്തപ്പോൾ ഇവൻ നേരെ ചർച്ചിനകത്ത് കയറി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അവൻ പുതിയ ട്രെൻഡ് കൊണ്ടുവന്നു, ചാടി കർത്താവിനെ ആരാധിച്ചു. സൗഖ്യം കിട്ടിയവൻ അകത്ത് കയറി. സൗഖ്യം കിട്ടിയവൻ അകത്ത് കയറി. വിടുതൽ കിട്ടിയവൻ വിടുതൽ കൊണ്ട് പോയില്ല. അവൻ വിടുതൽ കൊണ്ട് എവിടെ കയറി? ചർച്ചിനകത്ത് കയറി. ചർച്ചിനകത്ത് കയറിയിട്ട് ഇവൻ ചെയ്തത് കർത്താവിനെ പുകഴ്ത്തി, കർത്താവിന് മഹത്വം കൊടുത്തു. ആമേൻ, ആമേൻ. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഇവൻ എന്തെങ്കിലും മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടോ? ആരാധിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ? ഇവന് ആകെ കൂടെ എക്സ്പീരിയൻസ് ഭിക്ഷ യാചിച്ചുള്ള എക്സ്പീരിയൻസാണ്. ഇന്ന് പകലിൽ നിനക്ക് മുമ്പുള്ള ചില എക്സ്പീരിയൻസിനെ കർത്താവ് പൊളിക്കാൻ പോവാണ്. മുമ്പുള്ള ചില എക്സ്പീരിയൻസിനെ കർത്താവ് ഒന്ന് പൊളിച്ചിട്ട്. എന്താണ് എക്സ്പീരിയൻസ്? ചിലരുടെ മുമ്പിൽ നീ കൈ നീട്ടി, ചിലരുടെ മുമ്പിൽ നീ കൈ നീട്ടി. അവിടെ ശ്രദ്ധിച്ചാല് ഈ 3-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അവനെ ഇരുത്താറുണ്ട്. എന്താണ്? അവനെ കൊണ്ടുവന്ന്, ചിലര് കൊണ്ടുവന്ന് അവനെ എന്ത് ചെയ്യും? ഇരുത്താറുണ്ട്. പറഞ്ഞേ മലയാളത്തിൽ, ഇരുത്താറുണ്ട്. എനിക്ക് തോന്നുന്നു അവന് പോലും ആഗ്രഹമില്ല, പക്ഷെ അവനെ ചിലരെന്ത് ചെയ്യുവാണ്? ഇരുത്തുക. നിന്നെ ഇരുത്തിയാല് ചിലരുടെ കാര്യം നടക്കും. ഇവനെ ചിലർ ചുമന്നുകൊണ്ട് വന്ന് എന്ത് ചെയ്യാറുണ്ട്? ഇരുത്താറുണ്ട്. ഇവനെ ഇരുത്തിയാല് ചിലരുടെ കാര്യങ്ങൾ നടക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഇരുത്തുന്ന ചിലരുണ്ട് കേട്ടോ. നമ്മളെ ഇരുത്തുന്ന ചിലർ. നമ്മൾ ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. എഴുന്നേക്കരുത്, അവിടെ ഇരിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ നടുവിലാണ് ദൈവം ഇവനെ എഴുന്നേൽപ്പിച്ചത്. നീ തകർന്ന് കാണാൻ, ഇരുന്ന് കാണാൻ, അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ ഇന്ന് പകലിൽ ഒരു ദൂതുണ്ട്. എൻ്റെ ദൈവം നിന്റെ സ്ഥിതിയെ അവരുടെ മുമ്പിൽ നിന്നെ കുതിച്ചെഴുന്നേൽപ്പിച്ച്, ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ്റെ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ്റെ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ, ഓ നീ പറഞ്ഞാൽ ദീനം മാറും. ഓ യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, ഒരു വാക്കു മതി, എനിക്കതു മതിയേ. ഒരു വാക്കു മതി, എനിക്കതു മതിയേ. ഒരു വാക്കു മതി, എനിക്കതു മതിയേ. ഹല്ലേലൂയ. നമ്മളെ ഇരുത്താൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ എന്നും നീ അങ്ങനെ ഇരിക്കത്തില്ല. ആരോടൊക്കെയുള്ള ദൂതാണ് ഇന്ന് പകലിൽ. നീ എന്നും അങ്ങനെ ഇരിക്കത്തില്ല. ആമേൻ പറ. നിന്നെ കൊണ്ട് ഒരു ചരിത്രം തിരിക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ബ്രദറെ നീ അങ്ങനെ ഇരിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവിൽ
സിസ്റ്റർ, നീ അങ്ങനെ ഇരിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവിൽ സ്വീകരിച്ചു. ഇന്ന് പകലിൽ നീ ഇവിടെ ഇരുന്ന് കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ നിന്നെ ഇരുത്താൻ ശ്രമിക്കുന്ന ദേശത്തിന്റെ ചില കുടിയിരിപ്പുകളുണ്ട്. നീ ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ദേശത്തിന്റെ ശക്തികളുണ്ട്. ഇന്ന് പകൽ നിന്റെ അധരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ ചിലതിന്റെ അടിസ്ഥാനം ഇന്ന് പകലിൽ കരം തട്ടി സ്വീകരിച്ചോ. കരം ചിലത് അടിസ്ഥാനം ഇളകട്ടെ. യെസ്, നിന്നെ ഒരിക്കലും ഒരുത്തനും ഇരുത്താൻ പറ്റില്ല. നിന്നെ ഒരിക്കലും ഒരുത്തനും ഇരുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു അഭിഷേകമല്ല നിന്റെ മേലുള്ളത്. നിന്റെ മേൽ അസാധാരണ അഭിഷേകമാണ്. ആർക്കും നിന്നെ ഇരുത്താൻ